ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം നല്ലൊരു മഴയൊക്കെ പെയ്ത് വെള്ളം നല്ലപോലെ തോട്ടിൽ കലങ്ങി വന്നു കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കലങ്ങിയ സ്ഥിതിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും മീനോ കാര്യങ്ങളോ കിട്ടുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. വെള്ളം നല്ല കലക്കിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മീനിനെ പുറമേക്ക് കാണുക കാര്യങ്ങളൊന്നുമില്ല. മീനുണ്ടെന്ന് പ്രതീക്ഷയിൽ നമുക്ക് വെറുതെ വലയെടുത്തിട്ടൊന്ന് മീൻ പിടിച്ച് നോക്കാം. പിന്നെ മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്, അപ്പോൾ ഇറങ്ങുന്ന കാര്യത്തിലും കുറച്ച് കൺജസ്റ്റഡ് ആണ്. അപ്പം നമ്മൾ നൈസായിട്ട് ടൂൾസൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ പോയി നോക്കുവാണ്. എന്താ കിട്ടുമോയെന്ന് അറിയില്ല, പോയി നോക്കാം. അപ്പോൾ നൈസായിട്ട് വലയൊക്കെ റെഡിയാക്കി നമ്മൾ ഇവിടേക്ക് ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും അറിയത്തില്ല, പിടിച്ചു നോക്കാം. നമ്മൾ വല വെച്ചപ്പോൾ തന്നെ ഒരു 5-6 മീനുകൾ നമ്മുടെ വലയിൽ നൈസായിട്ട് പോയിട്ടുണ്ട്. ഇതെവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ട്രൈ തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു 5-6 മീനുകളെ കിട്ടിയിട്ടുണ്ട്. അവിടെ രണ്ടാമത് ഒന്നുകൂടി നമ്മൾ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് കയറ്റി നോക്കാം. അതിൽ നമുക്ക് ഒരു മീനും കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ചെറിയൊരു തോട് വരുന്നുണ്ട്. നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരുന്ന തോട് പോലെ തന്നെ ചെറിയൊരു തോടാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെറുതെ വെച്ചിട്ട് പിടിച്ച് നോക്കാമെന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് കാട് മൂടി വരികയാണ്. ഇവിടെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്കൊരു 5-6 മീൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മൊത്തം 4 മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് സാധാരണ വെളുമ്പ് എന്നൊക്കെ പറയുന്നൊരു ടൈപ്പ് മീനാണ്. ഈ പരന്ന് വരുന്നൊരു ടൈപ്പ് മീൻ. പിന്നെ ഇതിനെ നമ്മൾ അത്തപ്പരൽ, സാധാ പരൽ എന്നൊക്കെ പറയും. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് കാടായതുകൊണ്ട് നമുക്ക് അതിനകത്തൂടി നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണ്. ഇവിടുന്ന് ഈ മീനാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം ഒരു വലിപ്പമുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളൊരു മീനാണ്. അടുത്ത നമുക്ക് ഇവിടെ ഇറങ്ങി നോക്കാം. ഇവിടെ അത്യാവശ്യം കാട് കാര്യങ്ങളൊക്കെ കുറവുണ്ട്. ഉണ്ടോ എന്നുള്ള കേസ് അറിയത്തില്ല. പതിപോലെ തന്നെ നമ്മൾ വല വെച്ചിട്ടുണ്ട്. മുന്നോട്ട് നടന്ന് കാല് വെച്ച് വെച്ചേക്കാണ്. അങ്ങനെ കുറച്ച് മീനുകൾ കിട്ടിയ കൂട്ടത്തിൽ നമുക്കൊരു വെറൈറ്റി മീനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ വാഴക്കവരയും പുള്ളിമീൻ എന്നൊക്കെ പറയുന്നൊരു മീനാണ്.
പക്ഷെ അതിൻ്റെ തന്നെ കുറച്ചുകൂടി കളർ കൂടിയൊരു ടൈപ്പ് മീനാണ്. അപ്പോൾ ഇതിനെ നോർമലി കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് അങ്ങനെ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്കിതിനെ കളഞ്ഞേക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് കിട്ടിയേക്കുന്ന കുറച്ച് മീനുകളുണ്ട് നമുക്ക് പെറുക്കിയെടുക്കാൻ. അപ്പോൾ അവരെ പെറുക്കി നമ്മൾ കവറിലേക്ക് മാറ്റിയിടണം. നമ്മളെ വലയിൽ വന്നിട്ടൊരു മീൻ ഓൾറെഡി കുടുങ്ങി കിടക്കുന്നുണ്ട്, കണ്ടിരിക്കുന്നു. ഇനി ഇവിടെ ഒരു പാലമാണ് റോഡിൻ്റെ. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലക്കുണ്ടെങ്കിൽ കിട്ടും. അതെ, ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. ആ മീനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി നോക്കുന്നത്. പാലത്തിൻ്റെ അടിയിൽ കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. പാലത്തിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. ഇതെപ്പോൾ വേണേലും നിലത്തെത്താനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ മീനൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ആ വലയിൽ തന്നെ ചെരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഏകദേശം ഇത്രയും മീനെ ഇത്രയും നേരം കൊണ്ട് നമ്മൾ പിടിച്ചു അതിനകത്തുനിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മീനൊക്കെ വീണ്ടും കവറിലാക്കിയിട്ടുണ്ട്. പിന്നെ തോട്ടിൽ വെള്ളമൊക്കെ ഏകദേശം തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി തെളിഞ്ഞ വെള്ളത്തിൽ മീനെ കണ്ടുകൊണ്ട് മീൻ പിടിക്കുന്നൊരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഏകദേശം ഇവിടെ കഴിയുകയാണ്. നമുക്ക് ഇത്രയും മീനുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.